പ്രൈസ് ദ ലോർഡ്. നമ്മുടെ ഹൃദയങ്ങളെ അറിയുന്ന യേശു കർത്താവ് നമ്മോട് കൂടെയുണ്ട്. അതെ, യേശുവിനെ കർത്താവെന്ന വായ് കൊണ്ട് ഏറ്റുപറയുകയും ദൈവം അവനെ മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ചു എന്ന് ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും ചെയ്താൽ നീ രക്ഷിക്കപ്പെടും എന്ന വചനപ്രകാരം യേശുവിനെ കർത്താവും രക്ഷിതാവുമായി ഹൃദയം കൊണ്ട് നാം വിശ്വസിച്ച്, നീതിക്കായി ഹൃദയം കൊണ്ട് വിശ്വസിച്ച് ദൈവത്തിന് നമ്മുടെ ഹൃദയത്തെ സമർപ്പിക്കപ്പെട്ട നാം ഓരോരുത്തരും ഓരോ ദിനവും നാം നമ്മെ തന്നെ പരിശോധന ചെയ്യണം. നമ്മുടെ ഹൃദയത്തിൻ്റെ അധികാരി എപ്പോഴും യേശു ക്രിസ്തുവാണോ, അതോ ഏതെങ്കിലും നിലവാരത്തിൽ സാത്താൻ നമ്മുടെ ഹൃദയത്തെ കൈവശമാക്കിയോ? കാരണം ഹൃദയത്തിന് വലിയ പ്രാധാന്യമുണ്ട്. നമ്മുടെ കർത്താവ് നമ്മുടെ ഹൃദയത്തിലെ സകല അന്തരേന്ദ്രിയങ്ങളെയും സകല രഹസ്യങ്ങളെയും അറിയുന്നു. ഈ നാളുകളിൽ നമ്മെ തന്നെ വീണ്ടും ദൈവകരങ്ങളിൽ പൂർണ്ണമായി സമർപ്പിക്കാം. എന്നെ ശ്രവിക്കുന്ന എല്ലാ പ്രിയ ദൈവമക്കൾക്കും യേശു ക്രിസ്തുവിൻ്റെ നിസ്തുല്യ നാമത്തിലുള്ള എൻ്റെ സ്നേഹവന്ദനങ്ങൾ. ഈ പ്രഭാതത്തിലും അല്പസമയ ചിന്തയ്ക്ക് ആധാരമായി അപ്പോസ്തല പ്രവൃത്തികൾ 5-ാം അധ്യായം അതിൻ്റെ 3-ാം വചനം നമുക്ക് വായിക്കാം. അപ്പോൾ പത്രോസ്, അനന്യാസേ, പരിശുദ്ധാത്മാവിനോട് വ്യാജം കാണിക്കുവാനും നിലത്തിൻ്റെ വിലയിൽ കുറെ എടുത്തു വയ്ക്കുവാനും സാത്താൻ നിന്റെ ഹൃദയം കൈവശമാക്കിയത് എന്ത്? അതെ, ഇവിടെ നമുക്കെല്ലാവർക്കും സുപരിചിതമായൊരു ഭാഗമാണ് നാം വായിച്ചു കേട്ടത്. ഇവിടെ പത്രോസ് ചോദിക്കുന്നു, സാത്താൻ നിന്റെ ഹൃദയം കൈവശമാക്കിയത് എന്ത്? അങ്ങനെ വലിയ തെറ്റൊന്നും മാനുഷികമായി നാം നോക്കുമ്പോൾ അനന്യാസ് ചെയ്യുന്നതായി നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നില്ല. കാരണം അതിൻ്റെ ആമേൻ സ്തോത്രം 1-2 വചനങ്ങൾ നമുക്ക് കാണുവാൻ കഴിയും. എല്ലാവരെയും പോലെ അവരും ഒരു നിലം വിറ്റു, കുറേ എടുത്തു വെച്ച് ഒരംശം കൊണ്ടുവന്ന് അപ്പോസ്തലന്മാരുടെ കാൽക്കൽ വെച്ചു. നാമും പലപ്പോഴും ചിന്തിക്കുന്ന ഒരനുഭവമാണ്, അതെ, നമുക്ക് കിട്ടുന്ന അനുഗ്രഹത്തിൽ ഒരംശം ദൈവത്തിന് കൊടുത്താൽ പോരെ. സമയത്തിൽ കുറേ മാറ്റി വെച്ചിട്ട് ഒരംശം, അത് സമയമായിക്കൊള്ളട്ടെ, അനുഗ്രഹങ്ങളായിക്കൊള്ളട്ടെ, നന്മകളായിക്കൊള്ളട്ടെ, ഒരു ചടങ്ങ് പോലെ ഒരംശം ദൈവത്തിന് മാറ്റി വയ്ക്കുക. എന്നാൽ അവർ ദൈവത്തിന് മാറ്റി വെച്ചുവല്ലോ, കുറേ എടുത്ത് വെച്ചുവെങ്കിലും എന്നൊക്കെ നമുക്ക് മാനുഷികമായി തോന്നിയേക്കാം. എന്നാൽ അപ്പോസ്തലനായ പത്രോസ് പറയുന്നതിൽ 1-ാമത്തെ സെൻറ്റൻസ് പരിശുദ്ധാത്മാവിനോട് വ്യാജം കാണിക്കുവാനും. പ്രിയ ദൈവമക്കളെ, നമ്മുടെ കണ്ണിൽ ചെറിയ കാര്യമല്ലേ എന്ന് തോന്നുന്നത്, നാം അത് പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കുന്നതായിരിക്കാം. അത് ആരാണ് ചെയ്യിപ്പിച്ചത്? സാത്താൻ നിന്റെ ഹൃദയം കൈവശമാക്കിയത് കൊണ്ടാണ്. ഈ നാളുകളിൽ നമ്മുടെ ഹൃദയം പൂർണ്ണമായി ദൈവത്തിനായി സമർപ്പിക്കപ്പെട്ടുവെങ്കിൽ ദൈവാത്മാവ് നയിക്കുന്നത് പോലെ നമുക്ക് മുന്നേറുവാനിടയായിത്തീരും. അത് ആത്മീക, ശാരീരിക, ഭൗതിക, സാമ്പത്തിക എല്ലാ മേഖലകളിലും. അത് ദൈവത്തിനൊരു അംശം കൊടുക്കുക എന്ന് പറയുമ്പോൾ ആമേൻ സ്തോത്രം, ഏത് കാര്യങ്ങളായിരുന്നാലും ഒരംശം ദൈവത്തിന് കൊടുക്കുമ്പോൾ അതിൻ്റെതായ അനുഗ്രഹം ഉണ്ടാകുമെന്ന് നാം അറിയുന്നു. എന്നാൽ അങ്ങനെയുള്ളതല്ല. നമ്മുടെ ഹൃദയത്തിൻ്റെ ആഴത്തിൽ നിന്ന് എങ്ങനെയാണോ നാം മനസ്സോടെ ചെയ്യുന്നത്, ദൈവം എന്താണ് ഉദ്ദേശിക്കുന്നത് അത് നാം ചെയ്യുന്നുണ്ടോ? ദൈവം എന്താണ് നമ്മിൽ ആഗ്രഹിക്കുന്നത് അത് നാം ചെയ്യുന്നുണ്ടോ? ആമേൻ സ്തോത്രം. അവിടെ 4-ാം അധ്യായം അതിൻ്റെ 34-ാം വചനത്തിൽ നാം വായിക്കുന്നു, നിലങ്ങളുടെയോ വീടുകളുടെയോ ഉടമസ്ഥരായവർ ഒക്കെയും അവയെ വിറ്റ് വില കൊണ്ടുവന്ന് അപ്പോസ്തലന്മാരുടെ കാൽക്കൽ വയ്ക്കും. പിന്നെ ഓരോരുത്തരും അവനവൻ്റെ ആവശ്യം പോലെ വിഭാഗിച്ചു കൊടുക്കും. അപ്പോൾ സാമ്പത്തിക കാര്യങ്ങളിൽ മാത്രമല്ല, എല്ലാ കാര്യങ്ങളിലും ദൈവം എന്താണോ നമ്മിൽ ഓരോരുത്തരെയും കുറിച്ച് ആഗ്രഹിക്കുന്നത്, ദൈവത്തിന് പ്രസാദമായത് എന്താണോ അത് നാം ചെയ്യണം. നമ്മുടെ മാനസിക ദൃഷ്ടിക്കൊത്തവണ്ണം, നമ്മുടെ ആലോചന പ്രകാരം നാം അതിന് മാറ്റം വരുത്തരുത്, ഭംഗം വരുത്തരുത്.
അങ്ങനെ നാം മനസ്സ് വെച്ച് നാം ചെയ്യുമ്പോൾ സാത്താൻ പൂർണ്ണമായി നമ്മുടെ ഹൃദയത്തെ കൈവശമാക്കി കളഞ്ഞാൽ ആമേൻ, പിന്നെ ദൈവത്തിന് അവിടെ ഒന്നും ചെയ്യുവാൻ കഴിയത്തില്ല. ഹല്ലേലൂയ. അത് നമുക്ക് നാശത്തിന് ഹേതുവായി തീരുമായതിനാൽ ഈ നാളുകളിൽ നമ്മെ തന്നെ ഒന്ന് പരിശോധിക്കാം. നമ്മുടെ ഹൃദയം എവിടെയാണ്? ആമേൻ, ദൈവം തന്നെയാണോ നമ്മുടെ ഹൃദയത്തെ നിയന്ത്രിക്കുന്നത്? ദൈവം തന്നെയാണോ നമ്മുടെ നിരൂപണങ്ങളെ നിയന്ത്രിക്കുന്നത്? ആമേൻ, സ്തോത്രം. ദൈവത്തിൻ്റെ ആലോചന പ്രകാരമാണോ നാം ഓരോ കാര്യങ്ങളും തീരുമാനിക്കുന്നത്, ചിന്തിക്കുന്നത്? ഹല്ലേലൂയ. 2-ാം വചനത്തിൽ നിന്ന് വായിക്കുന്നത്, ഭാര്യയുടെ അറിവോടെ വിലയിൽ കുറേ എടുത്തു വെച്ചു. സ്തോത്രം. അതേ, നമ്മുടെ മാനുഷികമായ ആലോചനകളും ചിന്തകളും ആമേൻ ഐക്യതകളും ഒക്കെ നല്ലതാണ്. എന്നാൽ ദൈവത്തിൻ്റെ ആലോചനകൾ മറന്നിട്ട്, ദൈവത്തിൻ്റെ കൽപ്പന മറന്ന് നാം ഒരിക്കലും പ്രവർത്തിക്കുവാൻ പാടില്ല. നമുക്ക് നമ്മുടെ മാനുഷിക ദൃഷ്ടിയിൽ ചെറിയ കാര്യമെന്ന് തോന്നിയാലും അത് നാം പരിശുദ്ധാത്മാവിനോട് വ്യാജം കാണിക്കുന്നതായിരിക്കും. ആയതിനാൽ നമ്മുടെ ഹൃദയത്തെ പൂർണ്ണമായി ഇപ്പോൾ തന്നെ ദൈവകരങ്ങളിൽ ഏൽപ്പിച്ചു കൊടുത്ത് നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. നല്ല ദൈവമേ, സ്വർഗ്ഗസ്ഥ പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട നല്ല ദിവസത്തിനായി സ്തുതിക്കുന്ന സ്തോത്രം ചെയ്യുന്നു. കർത്താവെ, ഞങ്ങളെ തന്നെ പൂർണ്ണമായി ദൈവകരങ്ങളിൽ സമർപ്പിക്കുന്നു. ഈ നാളുകളിൽ ഒരിക്കൽ പോലും സാത്താൻ ഞങ്ങളുടെ ഹൃദയത്തെ കൈവശമാക്കാതെ വണ്ണം പരിശുദ്ധാത്മാവിൻ്റെ നിയന്ത്രണത്തിൽ തന്നെ ദൈവഹിത പ്രകാരം ദൈവനിയോഗമനുസരിച്ച് ഓരോ ചെറിയ കാര്യങ്ങളും വലിയ കാര്യങ്ങളും ചെയ്ത് മുന്നോട്ട് നീങ്ങുവാൻ സഹായിക്കണം. അങ്ങയുടെ വരവേത് സമയത്തെന്ന് അറിയുന്നില്ല, എപ്പോഴും ഒരുക്കമുള്ളവരായി കർത്താവ് ദൈവഭയത്തോടെ മുന്നേറുവാൻ ഞങ്ങളെ തന്നെ പൂർണ്ണമായി താഴ്ത്തി സമർപ്പിക്കുന്നു. എല്ലാവിധമായ നന്മകളാൽ അനുഗ്രഹങ്ങളാലും നിറച്ച് ഹൃദയത്തിലെ ആഗ്രഹങ്ങളെ സാധിപ്പിച്ച് ജയത്തോടെ നടത്തണം. പ്രാർത്ഥന കേട്ടതിനാൽ സ്തോത്രം. യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ തന്നെ പിതാവേ, ആമേൻ, ആമേൻ. ഗുഡ് മോർണിംഗ്. ഹാവ് എ ഗ്രേറ്റ് ഡേ. മേ ഗോഡ് ബ്ലെസ് യു ഓൾ.